ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. വേറെ ഒന്നല്ല, നമ്മളെല്ലാവരും ഹോട്ടൽ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാട്ടും ടേസ്റ്റ് കൂടുതലാണ്, കഴിക്കാൻ നല്ല സ്വാദുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും ഹോട്ടൽ ഭക്ഷണം അധികം ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ ചില പൊടിക്കൈകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഭക്ഷണങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഫസ്റ്റത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് കട്ടൻ ചായമെന്ന് തന്നെ തുടങ്ങാം കേട്ടോ. നമ്മൾ വെള്ളം വെച്ച് ഒരു 5 മിനിറ്റ് തള വരുന്ന സമയത്ത് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ ഒരു 2 ഏലക്കായ, 2 ഏലക്കായയിൽ കൂടുതലൊന്നും വേണ്ട, 2 ഏലക്കായ തന്നെ ഇട്ടാൽ നല്ല മണം ഉണ്ടാവും. ഒപ്പം ചായപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. ആദ്യം പഞ്ചസാര ഇട്ടിട്ട് തിളച്ച് വരുന്ന ചായക്ക് നല്ലൊരു മണം ഉണ്ടാവും, പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുടിക്കാനും നല്ല രസമായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ചായയുടെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ സവാള വഴട്ടുമ്പോൾ കുറച്ച് ഉപ്പിടുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ചളവ് കുറച്ചിട്ട് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ഈ പഞ്ചസാര മധുരം ബാലൻസ് ചെയ്ത് കിട്ടാനും നല്ല സഹായിക്കും. പിന്നെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തക്കാളി അരച്ച് ചേർത്താൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി കിട്ടും കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കണ മുട്ടക്കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ചാറായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് തക്കാളി അരച്ചൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പാൽച്ചായ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പാല് ആണ് നമ്മുടെ പാൽച്ചായയിൽ മെയിനായിട്ട് കൂടി നിൽക്കേണ്ടത്. ഒരിക്കലും വെള്ളത്തിൻ്റെ അളവ് കൂട്ടരുത്. പിന്നെ ഒപ്പം ഒരു 2 ഏലക്കായ ചതച്ചതും പഞ്ചസാരയും ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം പഞ്ചസാര, ചായപ്പൊടി, ഈ ഒരു പ്രൊസീജിയറിൽ ചായ ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചായപ്പൊടിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഒരു കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഈ പാൽച്ചായക്ക്. എന്നിട്ട് നന്നായിട്ട് ആറ്റി കുറുക്കില്ലേ, നമ്മൾ കടയത്തെ ചായ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവില്ലേ പാൽച്ചായ, ചായക്കടയത്തെ പാൽച്ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ചായ നന്നായിട്ട് ആറ്റി കുറുക്കിയിട്ട് പാൽച്ചായ കുടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തട്ടുകട സ്റ്റൈലിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണോ ചിക്കനിൽ കായം കൂട്ടുന്നത് അതിനൊപ്പം അല്പം കോൺഫ്ലോറും ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വറുത്തെടുത്താൽ നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലാത്തവർ അതിന് പകരം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അവരത് കുറച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ട് വറുത്തെടുക്കുന്ന ചിക്കൻ ഫ്രൈ നല്ല കറുമുറ പോലെ ഇരിക്കും. നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ ഫ്രൈ തട്ടുകട സ്റ്റൈലിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ്, നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ സവാള എടുത്ത് തന്നെ സമഭാഗമായിട്ട് നമ്മൾ പകുതി സവാള നമ്മൾ മൂപ്പിക്കൂല, ബിരിയാണിയുടെ മേലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കില്ല. അതുപോലെ വറുത്തെടുത്തിട്ട് തുല്യമായിട്ട് നമ്മൾ ചിക്കൻ കറിയിലിട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് ചിക്കൻ കറി കിട്ടും. നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ചിക്കൻ കറി ഉണ്ടാവില്ല, നല്ല തിക്കായിട്ടുള്ളൊരു ചാറോട് കൂടിയിട്ടുള്ള അങ്ങനെ ഉള്ള ചിക്കൻ കറി കിട്ടും കേട്ടോ. സവാള വറുത്തിട്ടിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് സവാള വഴറ്റിയെടുക്കണ ചിക്കൻ കറീനെക്കാട്ടിയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിക്കാനായിട്ട് ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചിക്കൻ കറിയിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില നല്ലൊരു മണം ചിക്കൻ കറിക്ക് തരും. മല്ലിയില നിർബന്ധമായിട്ടും നിങ്ങൾ ചിക്കൻ കറിയിൽ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ്
കറക്റ്റ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലവരുടെ കടലക്കറി നല്ല തിക്കിൽ കിട്ടില്ല, നമ്മുടെ ചാറ് നല്ല ലൂസായിട്ടിരിക്കും. അപ്പോൾ അതിനെ കുറച്ച് കടല വേവിച്ചത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം പെരുംജീരകം, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് കൊടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം അരച്ച് കൊടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം അരച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പഞ്ചസാര ഓവറാവാൻ പാടില്ല കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ കടലക്കറിക്ക് ടേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയും കിട്ടും. നല്ലൊരു മണവും ഉണ്ടാവും കേട്ടോ. ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കറിയിൽ മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല തിക്കായിട്ടുള്ള കടലക്കറി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കണ കറിക്ക് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഇതും ചെയ്താൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി മേലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കടലക്കറി ഇനി നമ്മുടെ വെള്ളപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കല്യാണ വീട്ടിലുണ്ടാക്കുന്ന വെള്ളപ്പം പ്രത്യേക ഒരു ടേസ്റ്റ് ആവില്ലേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം മാവ് സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ മാവിൽ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കോരി എടുക്കേണ്ടത് മുകളിൽ നിന്നുള്ള ഇത് മാത്രം കോരി വെള്ളയപ്പം ഉണ്ടാക്കാം കേട്ടോ. അടിയിൽ നിന്ന് ഒരിക്കലും ഇളക്കി കോരരുത്. മുകളിൽ നിന്ന് മാത്രം വെള്ളപ്പത്തിന് ഇതുപോലെ കോരി എടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന വെള്ളപ്പം ഉണ്ടല്ലോ, അതുപോലത്തെ വെള്ളപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പലരുടെയും വെള്ളപ്പം കറക്റ്റ് ആ ഒരു പരുവം വരാറില്ല. നമ്മൾ മാവ് മുകളിൽ നിന്ന് മാത്രം കോരി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യും. ഈ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വർക്കാവുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.